അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ മലമ്പുഴ ഡാമിൻ്റെ റോപ്പ് വേയിലാണ്. അപ്പോൾ ഇൻട്രോ താഴെ വെച്ച് ഇൻട്രോ എടുക്കാൻ പറ്റില്ല, നമ്മൾ മുകളിൽ കയറിയിട്ടാണ് എടുക്കുന്നത്. സംഭവം കൊള്ളട്ടെ. ഒരു 80 രൂപ ഇവിടെ വരുന്ന ഫീസ് വരുന്ന ടിക്കറ്റ് 80 രൂപയാണ്. വലിയ ആൾക്കാർക്ക്, ചെറുത് കുട്ടികൾക്ക് എത്രയാണെന്ന് അറിയില്ല. ഇതിൽ ഈ ക്യാബിനിൽ എമർജൻസി നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ നേരെ താഴെയാണ് ഇതിൻ്റെ ഡാമിൻ്റെ ഗാർഡനും സംഭവമൊക്കെ നേരെ താഴെയാണ്. അപ്പോൾ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ്ടോ ഈ ഡാമിൻ്റെ. ഇപ്പോൾ നമ്മൾ വന്നപ്പോൾ ഒരു പ്രത്യേകിച്ചൊരു കാഴ്ച കാണാൻ പറ്റി. ഇപ്പോൾ ഡാമിൻ്റെ ഷട്ടറൊക്കെ തുറന്നിട്ടിട്ട് ഡാമിൽ കൂടി വെള്ളം പോണ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. മുമ്പ് നമ്മൾ വന്നപ്പോൾ ഡാമിൻ്റെ ഷട്ടറും തുറന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്ന് വെച്ചാൽ പാലക്കാട് വന്നാൽ അടിപൊളി ചൂടാണ്ടോ. വെയിലിന് ഒരു രക്ഷയില്ലാത്ത വെയിലാണ്, നല്ല ചൂടാണ്. ക്യാപ്പ് എന്തെങ്കിലും കൊണ്ടുവരണം നല്ലതായിരിക്കും. ഞങ്ങൾ നല്ല വെയിലത്തിരുന്ന് ഉരുളിക്കുന്ന ടൈപ്പാണ്. ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോയിട്ട് അറ്റത്തുനിന്ന് കറങ്ങി അപ്പുറത്തെ സൈഡിൽ കൂടി ഇങ്ങനെ വരുന്നേ. ഇപ്പോൾ നമ്മുടെ മുമ്പ് പോയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് ഇങ്ങനെ വരുന്നത്. എപ്പോഴും 2 പേര് കൂടി കയറുന്നതായിരിക്കും നല്ല. ഒരാളാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, സെൻറ്ററിൽ ഇരിക്കാൻ പറ്റും. വലിയ കുഴപ്പമൊന്നുമില്ല. ചെറിയ പോസ്റ്റ് വരുമ്പോൾ മാത്രം ചെറിയൊരു ജെർക്കിങ്ങൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ ജെർക്കിങ് ഉണ്ടാകാൻ പോകുന്നത് ഇതിൻ്റെ ആ എൻഡിൽ ചെല്ലുമ്പോഴത്തേക്കൊരു തിരിഞ്ഞിങ്ങോട്ട് വരുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ എത്തുമ്പോഴത്തേക്കും ചെറിയൊരു ഷെയ്ക്ക് ഉണ്ടാവും. പിന്നെ കയറുമ്പോൾ എന്ന് വെച്ചാൽ വേറെ വലിയ പ്രശ്നമൊന്നുമില്ല. അവരവിടെ 2 പേര് നമ്മളതിൽ കയറ്റി വിടാനായിട്ട് നിൽക്കുന്നുണ്ട്. അവർ നല്ല ഭംഗിയായിട്ട് കയറ്റി ഇരുത്തിക്കോളും. അവിടെ നല്ല മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കാല് ചവിട്ടി നിൽക്കാനുള്ള. അപ്പോൾ ഈ സാധനം വരുന്നതാകുമ്പോഴത്തേക്ക് അവർ ഇരുന്നോളാൻ പറയും. നേരെ ഇരിക്കുക, കൈ സൈഡിൽ പിടിക്കരുത്, കാരണം ഇതിൻ്റെ കവർ ഇടണം. ഈ സംഭവം മറിച്ചിടണയാണ്. ഈ മറിച്ചിടുന്നതിലാണ് നമ്മൾ കാലിവിടെ വെച്ചിരുന്നത്. അത് കാലൊക്കെ ചവിട്ടി ഇങ്ങനെ ഇരിക്കണത്. നേരെ താഴെ ഇവിടുത്തെ ഗാർഡൻ. എന്തായാലും നിൽക്കുമ്പോൾ വന്നിട്ട് ഈ ഒരു കാഴ്ച കാണാൻ പറ്റില്ല കേട്ടോ. ഡാം തുറന്ന് 4 ഷട്ടറും തുറന്ന് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഡാമിൻ്റെ മുകളിൽ കയറുന്നുണ്ട്, പക്ഷെ എന്താ വെയിലെന്നറിയാം. എന്തായാലും നമ്മൾ 30 രൂപ കൊടുത്ത് മറ്റേ അക്വേറിയത്തിൽ കയറി. മറ്റേ ഫിഷിൻ്റെ അതും മുതലാണ്. ഇതും കുഴപ്പമില്ല കേട്ടോ. താഴെ നല്ല താമരപ്പാടൊക്കെ ഉണ്ട്, താമരക്കുളം ഉണ്ട്. പക്ഷേ താമര ഒന്നുമില്ല കേട്ടോ. താമര മറ്റേ ഇതായിട്ടുള്ള ആൾക്കാൻ വന്നു. ഇപ്പൊ ഇത്തിരി കാറ്റ് കിട്ടുന്നുണ്ട്. ഇത് ഇവിടുന്ന് കറങ്ങിയപ്പോൾ ഇത്തിരി കാറ്റ് കിട്ടി. ഹായ്, അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു ഇളക്കമുണ്ട്. അവിടെ തിരിച്ച് വരുമ്പോ ചെറിയൊരു താഴ്ചയിലേക്ക് വരണൂട്ടാണ്. ഒരുപാടെണ്ണം ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ഫ്രണ്ടിലുള്ള 64ആണ്. അപ്പൊ നമ്മള് ഇത്ര 65ആണ്. 65ആണ് നമ്മൾ. 65ാമത്തെ ക്യാബിലാണ് നമ്മൾ ഇരിക്കുക. പിന്നെ അവിടെ ചെല്ലുമ്പോൾ ചെറിയൊരു പിടുത്തം പിടിക്കാനുണ്ടല്ലോ. ഒരു അപ്പെടുത്ത പോലെ ഇവിടെ നിന്നാണ് നമ്മൾ റോക്ക് വേയിൽ കയറി പോയത് കേട്ടോ. ഇവിടെ താഴെ നിന്ന് മുകളിൽ കയറി അതിൻ്റെ ഉള്ളിൽ ടിക്കറ്റ് എടുത്ത് 80 രൂപ ടിക്കറ്റ് എടുത്തിട്ട് അവിടെ നിന്നാണ് സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ പോയിട്ട് കറങ്ങി തിരിച്ച് ഇവിടെ എത്താനായി. ഒരു 10-20 മിനിറ്റ് എടുക്കണ്ടോ നമ്മൾ. 20 മിനിറ്റ് ഏകദേശം എടുക്കുന്നുണ്ട്. സംഭവം കുഴപ്പമൊന്നുമില്ല കേട്ടോ. വേറെ സ്പീഡൊന്നുമില്ല, അധികം സ്പീഡും സംഭവമൊന്നുമില്ല. ഇപ്പം ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇനി ഇറങ്ങുമ്പോഴുള്ള കാര്യങ്ങളൊന്നും നോക്കണം. വേറെ വരാം. എങ്ങനെയാണ് ഇറങ്ങണം നോക്കട്ടെ. കാലഘട്ടത്തിൽ ഓക്കെ.
നമ്മൾ വന്ന് താഴെ ഇറങ്ങിയിട്ട് കാല് അവിടെ ഇറങ്ങണതിന് മുമ്പായിട്ട് പൊക്കി വെക്കണം കേട്ടോ. ഇത് 2 സൈഡിലേക്കായിട്ട് ഇറങ്ങും. അപ്പോൾ നമ്മൾ റോപ്പയുടെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ തന്നെ ഷോപ്പുണ്ട് കേട്ടോ. ഇവിടെ ഷോപ്പുണ്ട്. ആ ഷോപ്പിൽ വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇവിടുത്തെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നവരെ ബൈ.